ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാൻ എങ്ങനെയാണ് കറങ്ങുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ റേഡിയേറ്റർ ഫാൻ കറണ്ട് കൊണ്ട് തന്നെയാണ്, അതായത് 12 വോൾട്ട് കറണ്ട് കൊണ്ട് തന്നെയാണ് കറങ്ങുന്നത്. പക്ഷേ എങ്ങനെയാണ് റേഡിയേറ്റർ ഫാൻ അറിയാൻ സാധിക്കുന്നത് ഇത് കറങ്ങാനുള്ള ടൈമായി അല്ലെങ്കിൽ വാഹനത്തിൻ്റെ എൻജിൻ ഹീറ്റായി എന്നുള്ളത് എങ്ങനെയാണ് അറിയുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ റേഡിയേറ്റർ ഫാൻ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു പോർഷനാണ് നമ്മുടെ റേഡിയേറ്റർ ഫാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ റേഡിയേറ്റർ ഫാൻ. അപ്പം എങ്ങനെയാണ് ഈ റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ECM, അതായത് എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ, എല്ലാ കാര്യത്തിലോട്ട് സിഗ്നൽ കൊടുക്കുന്നത് പോലെ തന്നെ റേഡിയേറ്റർ ഫാനിലോട്ട് സിഗ്നൽ കൊടുക്കും. മക്കളെ കറങ്ങാനുള്ള സമയമായി കറങ്ങിക്കോളാൻ. എന്താണ് ഇത് കളക്ട് ചെയ്യുന്ന ഡേറ്റ, അല്ലെങ്കിൽ എന്ത് ഡാറ്റ കൊണ്ടാണ് ശരിക്കും ഒരു റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. റേഡിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ കൂളൻ്റ് സർക്കുലേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ശരിക്കും ഈ കൂളൻ്റ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ഹീറ്റിന്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിലുണ്ടാകുന്ന ഹീറ്റ്, എങ്ങനെ ഹീറ്റ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ കത്തുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിനകത്ത് അല്ലെങ്കിൽ എഞ്ചിനിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂവൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഈ ഫ്യൂവൽ ബേൺ ചെയ്താണ് ഈ പവർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്, ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പവർ ജനറേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഹീറ്റും ഉണ്ടാകുന്നുണ്ട്, അതായത് ചൂടുണ്ടാകുന്നുണ്ട്. ഈ ഹീറ്റിനെ മാറ്റി കളഞ്ഞില്ല, അല്ലെങ്കിൽ ഹീറ്റിനെ തിരിച്ച്, അല്ലെങ്കിൽ ഈ ഹീറ്റിനെ കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ എഞ്ചിൻ അധികം നേരം ഓടില്ല, അത് പെട്ടെന്ന് സീസായി പോകും, അതായത് സ്റ്റക്കായി പോകും. ഇങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ എഞ്ചിനെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ, അതായത് വാഹനം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചൂട് വേണം, ഹീറ്റ് അത്യാവശ്യമാണ്. പക്ഷേ ഈ ഹീറ്റ് ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. ഒരു നോർമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ഒരു നോർമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നൊരു കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കൂളൻ്റ് നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്യുന്നത്. ഈ കൂളിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഞാനൊന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്ററാണ് ഈ കാണുന്നത്. ആ റേഡിയേറ്ററിൽ കൂളൻ്റ് ഒഴിക്കുന്നൊരു സ്പേസാണ്. ആ കൂളൻ്റ് ഒരു റിസർവ് ടാങ്ക്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ എപ്പോഴെങ്കിലും പ്രഷർ ഇതിനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇതിലോട്ട് തിരിച്ച് റിട്ടേൺ കൊടുക്കാനും, ഇനി ഇതിനകത്ത് കുറച്ച് വാക്യൂം ഉണ്ടാവുകയാണ്, കുറച്ചുകൂടെ കൂളൻ്റ് വേണമെന്നുള്ള സമയത്ത് ഇതിൽ നിന്ന് തിരിച്ച് വലിക്കാനും വേണ്ടി ഒരു റിസർവ് ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റേഡിയേറ്റർ. ഈ കാണുന്ന പോർഷനാണ്. ഇതൊരു ഫുൾ പോർഷനാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങറ്റത്തുനിന്ന് ഇങ്ങറ്റം വരെ വരുന്ന ഇത് താഴോട്ട് ഇതിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. ഇതിനകത്തുകൂടെ വാട്ടർ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. റേഡിയേറ്റർ പോളിഷ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ റേഡിയേറ്റർ പൊളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റേഡിയേറ്ററിനകത്ത് എന്ത് ഫംഗ്ഷനാണ് നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് തിരിച്ച് വരാം. നമുക്കിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ കാണുന്നത് ഇതിലെ ഇങ്ങനെ പോയിട്ട് ഇവിടെയാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ നോർമൽ ടെമ്പറേച്ചർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കൂളൻ്റ് ഇതിലേക്ക് കയറ്റി വിടത്തുള്ളൂ. അതായത് കൂളൻ്റ് ചൂടായി കഴിഞ്ഞ് ഇതിനകത്തൊരു വാൽവ് വരുന്നുണ്ട്, തെർമോസ്റ്റാറ്റ് വാൽവ്. അതിൻ്റെ തൊട്ട് താഴെ ഞാൻ ഈ തൊട്ട് കാണിക്കുന്നതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കൊടുത്തിരിക്കുന്നതാണ് ECT എന്ന് പറയുന്ന സെൻസർ, അതായത് എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ. എൻജിൻ്റെ കൂളൻ്റ് ടെമ്പറേച്ചർ എത്രയായെന്ന് അറിയുന്നൊരു സെൻസറാണ്. ഈ ഒരു സെൻസറാണ് നമ്മുടെ ECMലോട്ടൊരു ഡാറ്റ കൊടുക്കുന്നത്. അതായത് ചൂടായി, ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാൻ കറക്കാം എന്നുള്ളൊരു ഡാറ്റ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ECM ഇതിലോട്ട് പവർ സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫുള്ള് വർക്കിംഗ് കൃത്യമായിരിക്കും. പക്ഷേ ചില സമയത്ത് ഈ സെൻസറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ, അല്ലെങ്കിൽ ഈ സെൻസറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ട് ഇററായിട്ടുള്ളൊരു ഡാറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ വർക്കിങ്ങിലും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായും വരുന്നതായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക.